പ്രഭാകരൻ പിള്ള, NS സുനിൽകുമാർ, S ശ്രീകുമാരി. വനിതാ സമ്പന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അൻസ അജീബ് കുമാർ, ജയ ദേവാനന്ദൻ എന്നിവർ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സമ്പന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ശശി VS വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. 40 വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ സജേഷ് കുമാർ PR വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. 40 വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ കാർത്തിക ശ്രീരാജ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിക്ഷേപക സമ്പന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ S രാജൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. വിജയിച്ച ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുള്ള സഹകരണ സംരക്ഷണ മുന്നണി വൻപൻ വിജയം നേടിയിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ദുഷ്പ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സഹകാരികൾ, ബാങ്കിന്റെ മാന്യംഗങ്ങൾ സഹകരണ സംരക്ഷണ മുന്നണിക്ക് വൻ വിജയം നൽകിയതിന്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. കോൺഗ്രസിന്റെ 2 മുനിസിപ്പൽ മുൻ ചെയർമാൻമാരും ധാരാളം കൗൺസിലർമാരും എല്ലാം ചേർന്ന് വലിയ പാനൽ ഒരുക്കുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള 1 മാസം നീണ്ടുനിന്ന വലിയ ഒരു പ്രക്രിയയുണ്ട്. അവരുടെ ഈ നുണപ്രചരണങ്ങളെ, കല്ലുവെച്ച പ്രചരണങ്ങളെ, സഹകരണ മേഖലയ്ക്കാകെ അപകടകരമായ രീതിയിൽ അവർ നടത്തിയിട്ടുള്ള തെറ്റായ നെറികെട്ട പ്രചരണങ്ങളെ ജനം അവഗണിച്ചുകൊണ്ടാണ് സഹകരണ സംരക്ഷണ മുന്നണിക്ക് എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തിൽ 1000-ഉം 1500-ഉം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുള്ളത്. ഇവര് ഈ ബാങ്കിന്റെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ, ബാങ്കിന്റെ സഹകാരികളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം സംഘടിതമായി നടത്തിയ കോൺഗ്രസിന്റെ ശ്രമം, അത് സാമ്പത്തിക ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ പറവൂരിലെ ജനങ്ങൾക്കാകെ താങ്ങായി തണലായി നിൽക്കുന്ന, അവരുടെ ഓരോ ജീവിത പ്രശ്നങ്ങളിലും അത്താണിയായി നിൽക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിനും, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കുന്നവർക്കും എല്ലാം, ഓരോ മനുഷ്യർക്കും ഫെസ്റ്റിവൽ കാലഘട്ടത്തിലെല്ലാം ഈ നഗരത്തെ നിലനിർത്തുന്നത് പറവൂർ സഹകരണ ബാങ്കാണ്. ആ ബാങ്കിനെതിരെ ഇവർ നടത്തിയ ഹീന പ്രചരണങ്ങളെ തകർത്തുകൊണ്ട് ഈ മത്സരിച്ച മുൻ മുനിസിപ്പൽ ചെയർമാൻമാരുൾപ്പെടെ എല്ലാം തന്നെ വൻ ഭൂരിപക്ഷത്തിൽ തൊപ്പിയിട്ട് നിൽക്കുന്ന സന്തോഷകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ സഹകാരികളെയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പറവൂർ സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലും വിശ്വസിച്ച മുഴുവൻ നല്ലവരായ അംഗങ്ങളെയും സഹകാരികൾക്കുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി, ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഈ സമയത്ത് അവർക്കുള്ള നന്ദി രേഖപ്പെടുത്താനുള്ളത്. അംഗങ്ങൾ ഈ ബാങ്കിനെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഓരോ വർഷവും നടക്കുന്ന 100,000 കള്ളക്കഥകളും കല്ലുവെച്ച നുണകളും ഹൈക്കോടതിയിലും വിജിലൻസിലും എവിടെയെല്ലാം പോകാൻ സാധിക്കുമോ അവിടെയെല്ലാം 10,000 രൂപ ചെലവഴിച്ചുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവരോർത്തില്ല 10-23,000 അംഗങ്ങളുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം എന്നുള്ള നിലയിൽ പറവൂർ നഗരത്തിന് ഏറ്റവും അത്യാവശ്യമായ, പറവൂരിലെ ഏത് സഹകരണ ബാങ്കിനേക്കാളും മെച്ചപ്പെട്ട സാമ്പത്തിക പദ്ധതികളും, അതുപോലെ തന്നെ സാമ്പത്തിക പദ്ധതികൾക്ക് പുറമെയുള്ള വ്യാപാര പദ്ധതികളുമെല്ലാമുള്ള മഹത്തായ ഒരു ബാങ്കിനെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ 300% വളർച്ചയിലൂടെ വലിയ സാമ്പത്തിക സ്ഥാപനമായി പടർന്നു പന്തലിച്ച ഈ സ്ഥാപനത്തിനെതിരെ അവർ നടത്തിയിട്ടുള്ള അതിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ ഇവർക്ക് പൂട്ടിക്കണം, അതിന്റെ സൂപ്പർ മാർക്കറ്റ് ഇവർക്ക് പൂട്ടിക്കണം, അതിന് വായ്പ കൊടുക്കാതിരിക്കണം, അങ്ങനെയുള്ള ആ നെറുകേടിനെതിരെ സഹകാരികൾ പ്രതികരിച്ചതാണ്. സഹകാരികളുടെ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിക്ക് നേരെ ആഞ്ഞടിക്കുകയും കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരെല്ലാം തന്നെ ദയനീയമായി തോൽക്കുന്ന കാഴ്ച, ആ കാഴ്ചയാണ് നമ്മുടെ കണ്ടിട്ടുള്ളത്. അതിന് സഹകാരികളോട് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒപ്പം നിന്നതിന്, ഒരുമിച്ച് മുന്നേറിയതിന്, സാധാരണക്കാരായ മനുഷ്യൻ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് വളർത്തിയ സഹകരണ പ്രസ്ഥാനത്തെയും പറവൂർ സഹകരണ ബാങ്കിനെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങളെ അവർ പുറങ്കാലം കൊണ്ട് തൊഴിച്ചു പുറത്താക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MLA ഓഫീസ് എല്ലാം കേന്ദ്രീകരിച്ച് നഗരസഭയിലെ മുഴുവൻ നഗരസഭാ കൗൺസിലർമാരും നിൽക്കുകയാണ്. പറവൂർ നഗരസഭ തന്നെ 15 വർഷം കൊണ്ട് ഭരിച്ചു മുടിച്ച ആളുകൾ ഇപ്പോൾ സഹകരണ ബാങ്കിനെയും കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തത് രാഷ്ട്രീയ കക്ഷി അടിസ്ഥാനത്തിൽ മാത്രമല്ല, സാധാരണക്കാരായ അംഗങ്ങൾ നമ്മുടെ ഇപ്പോൾ സ്ക്വാഡ് വർക്കിന് വന്നു. അവർ പലവിധത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു. വീട് കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം അവരുണ്ടായിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെ ആകെ സഹായിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളോടൊപ്പം നിന്ന മുഴുവൻ പ്രവർത്തകർക്കും സഹകാരികൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്.
Hey!